أشهد أن لا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുതുബയിൽ ഞാനൊരു മുസൽമാൻ സലാം പറഞ്ഞിട്ടും അദ്ദേഹത്തെ ഒരാൾ വധിച്ച സംഭവം വിവരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സൂറ നിസായിലെ 95-ാം വചനവും ഞാൻ പാരായണം ചെയ്തിരുന്നു. നിങ്ങളോട് ആരെങ്കിലും സലാം ചൊല്ലിയാൽ അയാളോട് നിങ്ങൾ വിശ്വാസിയല്ലെന്ന് പറയരുത് എന്നതായിരുന്നു അതിലെ പ്രതിപാദ്യ വിഷയം. കൂടുതൽ വിശദാംശങ്ങൾ അതിൽ നൽകിയിരുന്നില്ല. അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു എന്ന് തന്നെയാണ് അതിൻ്റെ വിശദീകരണത്തിൽ വന്നിട്ടുള്ളത്. അത് ഞാൻ പരാമർശിക്കുകയും ചെയ്തിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം നീരസം പ്രകടിപ്പിച്ചുവെന്നും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നല്ല, തന്നിൽ നിന്ന് അകറ്റി നിർത്തുകയുമുണ്ടായി. അദ്ദേഹത്തിനെതിരെ ദുആ ചെയ്യുകയുമുണ്ടായെന്നും ചില നിവേദനങ്ങളിൽ വന്നിട്ടുണ്ട്. ഏതായാലും അവിടുന്ന് ഇക്കാര്യത്തിൽ വളരെ വ്യസനിച്ചിരുന്നു. കൊല്ലപ്പെട്ട വ്യക്തിക്കു വേണ്ടി ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും പ്രതിക്രിയാ നടപടി കൈക്കൊള്ളുന്ന വിഷയം ഹുനൈൻ യുദ്ധത്തിന് ശേഷമാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം വരുന്നത്. ആകയാൽ ഇതിൻ്റെ വിശദാംശങ്ങൾ ആ സന്ദർഭത്തിൽ വിവരിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇതിനെ ഹീനമായ കുറ്റമായിട്ടാണ് നബി തിരുമേനി വിശേഷിപ്പിച്ചത്. പാകിസ്ഥാനിലുള്ള ഇന്നത്തെ മുല്ലാക്കളുണ്ടല്ലോ, നാമമാത്ര ആളുകൾ, ദീനിൻ്റെ ഏജന്റുമാർ, അവർക്കും ബുദ്ധി ഉദിച്ചിരുന്നെങ്കിൽ എത്ര നന്നായനെ. അഹമ്മദികളുടെ നേരെ അക്രമം അയച്ചുവിടുന്നതിൽ നിന്ന് അവർ പിന്മാറിയിരുന്നെങ്കിൽ എത്ര നന്നായനെ. അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടേനെ. ഏതായാലും യുദ്ധനീക്കങ്ങളെ സംബന്ധിച്ച വിവരണമാണ് നടന്നു വരുന്നത്. ഇനി മക്ക വിജയത്തെ സംബന്ധിച്ച നീക്കത്തെക്കുറിച്ച് പ്രതിപാദിക്കാം. ഹിജ്റ 8-നാണ് ഇത് സംഭവിച്ചത്. ഈ യുദ്ധനീക്കം ഫത്തേ അസീം എന്നും അറിയപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഹിജ്റ 8 റമദാനിലാണ് ഇത് നടന്നത്. മഹത്തായ വിജയത്തെ സംബന്ധിച്ച് അള്ളാഹു നേരത്തെ സുവാർത്ത നൽകിയിരുന്നു. തത്ഫലമായി ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിൽ പ്രവേശിച്ചു. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു മക്കയുടെ വിജയത്തെക്കുറിച്ച് ഖുർആനിക വചനം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു: വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. അതായത്, നീ പറയുക, എൻ്റെ നാഥ, എന്നെ ഈ നഗരത്തിൽ, അതായത് മക്കയിൽ നല്ല രീതിയിൽ പ്രവേശിപ്പിക്കണമേ. അതായത് ഹിജ്റയ്ക്ക് ശേഷം വിജയവും ആധിപത്യവും നൽകിക്കൊണ്ട് ഈ നഗരത്തിൽ നിന്ന് നല്ല രീതിയിൽ എനിക്ക് പുറത്തു പോകാൻ ഇടയാക്കണമേ. അതായത് ഹിജ്റ സമയത്ത് നിൻ്റെ പക്കൽ നിന്ന് എനിക്ക് വിജയത്തിൻ്റെയും സഹായത്തിൻ്റെയും മാർഗങ്ങൾ അയച്ചു തരണമേ. ഇത് ഹിജ്റയ്ക്ക് മുമ്പ് സൂറ ബനി ഇസ്രായേലിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച ഒരു സൂക്തമാണ്. അതിൽ ഹിജ്റയെക്കുറിച്ചും പിന്നീട് മക്കയുടെ വിജയത്തെക്കുറിച്ചും പ്രവചിച്ചിരുന്നു. സൂറ ഫതഹിൽ മക്കയുടെ വിജയത്തെക്കുറിച്ച് ഇങ്ങനെയാണ് വിവരിക്കുന്നത്: ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഉനക തഹത അശ്ശജറതി ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല അസ്സകീനത അലൈഹിം വഅസാബഹും ഫത്ഹൻ ഖരീബ.
മരത്തിൻ്റെ താഴെ വെച്ച് നിന്നോട് ബയ്യത്ത് ചെയ്യുമ്പോൾ സത്യവിശ്വാസികളെക്കുറിച്ച് തീർച്ചയായും അള്ളാഹു തൃപ്തനായി. അവരുടെ ഹൃദയങ്ങളിലുള്ളത് അവൻ അറിയുന്നു. അങ്ങനെ അവർക്ക് അവൻ സമാധാനം നൽകി, അവർക്ക് വിജയം തന്നരുളുകയും ചെയ്തു. യഥാർത്ഥത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത ദിവസം തന്നെ അള്ളാഹു അദ്ദേഹത്തിന് ഒരു സന്തോഷ വാർത്ത നൽകുകയുണ്ടായി. നീ ദുഃഖിക്കരുത്, ഒരു ദിവസം ഞാൻ നിന്നെ ഈ സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവരും. അങ്ങനെ ഹിജറ വേളയിൽ ഈ സൂക്തം അവതരിച്ചതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മാദ്. തീർച്ചയായും ഖുർആൻ നിനക്ക് നിർബന്ധമാക്കിയവൻ നിന്നെ ഒരു ദിവസം നിന്റെ മടങ്ങിപ്പോകേണ്ട സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവരും. ഇമാം ഫഖ്റുദ്ദീൻ റാസി ഈ സൂക്തത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, ഈ സൂക്തത്തിൽ മടങ്ങിപ്പോകേണ്ട സ്ഥലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയാണ്. ഇതിന് കാരണം വിജയദിനത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് മടങ്ങി വരുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു നിവേദനത്തിൽ ഇങ്ങനെ കാണാം, ഹിജ്റ വേളയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയ്ക്കും മദീനയ്ക്കും ഇടയിലായിരുന്നപ്പോൾ അദ്ദേഹം മക്കയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അവതരിച്ചുകൊണ്ട് ചോദിച്ചു, അങ്ങ് സ്വന്തം നാടിനെയും ജന്മസ്ഥലത്തെയും സ്നേഹിക്കുന്നുണ്ടോ? അവിടുന്ന് പറഞ്ഞു, അതെ. അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, അള്ളാഹു പറയുന്നു, തീർച്ചയായും ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മാദ്. തീർച്ചയായും ഖുർആൻ നിനക്ക് നിർബന്ധമാക്കിയവൻ നിന്നെ ഒരു ദിവസം നിന്റെ മടങ്ങിപ്പോകേണ്ട സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവരും. അതായത് ഖുറൈശികളുടെ മേൽ വിജയം നൽകി മക്കയിലേക്ക് തിരികെ കൊണ്ടുവരും. കാരണം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഉണ്ടായിരുന്നതിന് ശേഷം അത് ഉപേക്ഷിക്കുകയും പിന്നീട് അവിടേക്ക് മടങ്ങി വരികയും ചെയ്തു. ഇത് മക്കയല്ലാതെ മറ്റൊരു സ്ഥലത്തും യോജിക്കുകയില്ല. ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഖുർആനിലെ ഈ പ്രവചനം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിനുള്ള ഒരു തെളിവാണ്. കാരണം അദ്ദേഹം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അദൃശ്യജ്ഞാനം നൽകുകയും അവിടുന്ന് അറിയിച്ചതുപോലെ അത് സംഭവിക്കുകയും ചെയ്തു. കാരണം അദ്ദേഹത്തിന് അള്ളാഹുവിൽ നിന്ന് അദൃശ്യജ്ഞാനം ലഭിക്കുകയും അവിടുന്ന് അറിയിച്ചതുപോലെ അത് സംഭവിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്തും മക്ക വിജയത്തെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. അതിലൂടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെ എല്ലാ മുസ്ലിങ്ങൾക്കും ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിയിരിക്കുകയാണ്. അതായത് നോക്കൂ, നിങ്ങളെവിടെ പോയാലും അവസാനം മക്ക കീഴടക്കപ്പെടുമെന്ന കാര്യം മറക്കരുത്. അതിനായി നിങ്ങൾ പരിശ്രമിക്കുകയും പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. ഈ ഖുർആനിക പ്രവചനത്തിൻ്റെ വെളിച്ചത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നുവരെ നടത്തിയ എല്ലാ യുദ്ധങ്ങളുടെയും സൈനിക നീക്കങ്ങളുടെയും ഒരു ലക്ഷ്യവും കേന്ദ്രവും മക്കയുടെ വിജയമായിരുന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സൂറ ബഖറയിലെ വമിൻ ഹൈസു ഖറജ്ത ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം എന്ന മഹത്തായ ഖുർആനിക വചനം പരാമർശിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനത്തിൽ പറയുന്നു, മുഫസ്സിരിങ്ങൾ വമിൻ ഹൈസു ഖറജ്ത എന്നതിന് അർത്ഥം നൽകിയിരിക്കുന്നത് നിങ്ങളെവിടെയായിരുന്നാലും എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങളുടെ ഖിബ്ല മസ്ജിദുൽ ഹറാം തന്നെയായിരിക്കണം എന്നാണ്. ഇതിനവർ പറയുന്ന കാരണം ആദ്യത്തെ കൽപ്പനയിൽ ഇത് മദീനയിലുള്ളവർക്ക് മാത്രമുള്ള ഖിബ്ലയാണെന്നും മറ്റുള്ളവർക്കല്ല എന്നുമുള്ള ഒരു ധാരണ ഉണ്ടാവാം. അതുകൊണ്ട് അള്ളാഹു പറയുന്നത്, നിങ്ങൾ എവിടെ നിന്ന് പുറപ്പെട്ടാലും നിങ്ങളുടെ മുഖം മസ്ജിദുൽ ഹറാമിലേക്ക് നേർക്ക് തിരിക്കുക എന്നാണ്. അദ്ദേഹം പറയുന്നു, എന്നാൽ യാഥാർത്ഥ്യമെന്തെന്നാൽ ഈ സൂക്തം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയോ എല്ലാ മുസ്ലിങ്ങളെയോ അഭിസംബോധന ചെയ്തതാണെങ്കിൽ പോലും ഇതിന് ഖിബ്ലയുടെ നേർക്ക് തിരിയുക എന്ന അർത്ഥം നൽകാൻ കഴിയില്ല. ഒന്നാമതായി, നഗരങ്ങളിലോ ഗ്രാമങ്ങളിലോ താമസിക്കുമ്പോൾ നിർവഹിക്കുന്ന നമസ്കാരങ്ങൾ നഗരത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ നിർവഹിക്കുന്ന നമസ്കാരങ്ങളെക്കാൾ സാധാരണയായി കൂടുതലാണ്. അങ്ങനെയൊരു സാഹചര്യത്തിൽ
കൂടുതൽ നമസ്കാരങ്ങൾക്ക് ബാധകമായ ഒരു കൽപ്പനയാണ് നൽകേണ്ടിയിരുന്നത്. അല്ലാതെ യാത്രയിൽ വളരെ വിരളമായി പ്രാവർത്തികമാക്കാവുന്ന ഒരു കൽപ്പനയല്ല. ഉദാഹരണത്തിന്, ഒരാൾ പട്ടണത്തിൽ നിന്ന് രാവിലെ 10 മണിക്കോ അസ്റിനും മഗ്‌രിബിനുമിടയിലോ അർദ്ധരാത്രിയിലോ പുറപ്പെട്ടേക്കാം. നമസ്കാരത്തിൻ്റെ ചോദ്യമേ ഉദിക്കാത്ത സമയങ്ങളാണ് ഇവയൊക്കെയും. ഈ സാഹചര്യത്തിൽ വമിൻ ഹൈസു ഖറജ്ത ഫവല്ലി വജ്ഹക ഷത്രൽ മസ്ജിദുൽ ഹറാം എന്ന കൽപ്പന നിരർത്ഥകമായി ഭവിക്കുന്നു. കാരണം ഒരു പട്ടണത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ അത് നമസ്കാരത്തിൻ്റെ സന്ദർഭമായിരിക്കുക എന്നത് വളരെ വളരെ വിരളമാണ്. സാധാരണയായി ഒന്നുകിൽ ആ സമയത്തോടെ നമസ്കരിച്ച് കഴിഞ്ഞിരിക്കും. ഇനി നമസ്കരിക്കണമെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷവും നമസ്കരിക്കാവുന്നതാണ്. എന്തായാലും പുറപ്പെടുന്നതുമായി നമസ്കാരത്തിന് ബന്ധമില്ല. ഏതെങ്കിലും നമസ്കാരത്തിന് പുറപ്പെടുന്ന സമയവുമായി പ്രത്യേക ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഈ അർത്ഥങ്ങളെ ശരിയായി അംഗീകരിക്കാമായിരുന്നു. എന്നാൽ പുറപ്പെടുന്ന സമയവുമായി നമസ്കാരത്തിന് ബന്ധമില്ലെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ സൂക്തത്തെ യാത്ര ഉദ്ദേശിച്ച് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതുമായി ചേർത്ത് വെക്കുന്നത് ഒരു നിലക്കും ശരിയല്ല. മിൻ ഹൈസു ഖറജ്ത എന്നതുകൊണ്ട് നമസ്കാരത്തിൽ ഖിബിലയുടെ നേർക്ക് തിരിയുക എന്ന് ഉദ്ദേശിക്കുന്നില്ല എന്നതിൻ്റെ മറ്റൊരു തെളിവ് യാത്രയുടെ അവസ്ഥയിൽ ചിലപ്പോൾ ദിശയുടെ ചോദ്യം തന്നെ അപ്രസക്തമാണ് എന്നതത്രേ. ഏത് ദിശയിൽ മുഖം തിരിച്ചാലും നമസ്കാരം ശരിയാകും. ഉദാഹരണത്തിന്, ഒരാൾക്ക് യാത്രാവാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ഖുർആനിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മങ്ങളിൽ നിന്നും തെളിയുന്നത് അന്നേരം മുഖം ഏത് ദിശയിലാണോ ആ ദിശയിൽ തന്നെ നമസ്കരിച്ചാൽ മതിയാകുമെന്നാണ്. യാത്രയിൽ ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ മുഖം ഏത് ദിശയിലാണോ അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കുന്നത് അനുവദനീയമാണ്. ഖിബിലയുടെ നേർക്കോ മറ്റേതെങ്കിലും ദിശയിലേക്കോ ആയാലും ശരി. ആ സമയത്ത് ദിശയുടെ ചോദ്യം ഉദിക്കുന്നില്ല. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് എല്ലാം ഒരുപോലെയാണ്. ഹൃദയപരമായ ശ്രദ്ധ കാബയുടെ നേർക്കായിരിക്കണമെന്ന് മാത്രം. നമസ്കരിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ കാബയുടെ നേർക്കാണ് എന്ന ചിന്ത മാത്രം മതി. ഇക്കാലത്ത് ഒരാൾ തീവണ്ടിയിലിരിക്കുമ്പോൾ പോലും ദിശ കൃത്യമാവുകയില്ല. കാരണം തീവണ്ടി ചിലപ്പോൾ വടക്കോട്ടും ചിലപ്പോൾ തെക്കോട്ടും ചിലപ്പോൾ കിഴക്കോട്ടും ചിലപ്പോൾ പടിഞ്ഞാറോട്ടും തിരിയുകയും ചുറ്റിക്കറങ്ങുകയും ചെയ്യും. അതുപോലെ നീണ്ട കപ്പൽ യാത്രകളിലും നമുക്കിത് കാണാം. എന്നിരുന്നാലും അതിലിരുന്ന് നമസ്കരിക്കുന്ന വ്യക്തിയുടെ നമസ്കാരത്തിന് യാതൊരു ഭംഗവും സംഭവിക്കുന്നില്ല. മുഫസ്സിരീങ്ങളുടെ അർത്ഥങ്ങൾ ശരിയാണെന്ന് അംഗീകരിക്കുകയാണെങ്കിൽ ഈ കൽപ്പന ഒരു യാത്രക്കാരനും തീവണ്ടിയിൽ ഇരിക്കുന്നവനും പ്രാവർത്തികമാക്കാൻ കഴിയില്ല. അതിനാൽ പുറപ്പെടുമ്പോൾ ദിശയുടെ കൃത്യത നിലനിൽക്കാത്ത സ്ഥിതിക്ക് ഈ സൂക്തം കൊണ്ട് നിങ്ങളെവിടെ നിന്ന് പുറപ്പെട്ടാലും കാബയുടെ നേർക്ക് തിരിഞ്ഞ് നമസ്കരിക്കുക എന്നാണെന്ന് എങ്ങനെ ശരിയാകും? ഈ അർത്ഥം ശരിയല്ലെന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ സൂക്തത്തിൻ്റെ പദാർത്ഥം ഇപ്രകാരമാണ്: നീ എവിടെ നിന്ന് പുറപ്പെട്ടാലും നിന്റെ മുഖം മസ്ജിദുൽ ഹറാമിൻ്റെ നേർക്ക് തിരിക്കുക. അല്ലെങ്കിൽ നീ എവിടെ നിന്ന് പുറപ്പെടുമ്പോഴും നിന്റെ മുഖം മസ്ജിദുൽ ഹറാമിൻ്റെ നേർക്ക് തിരിക്കട്ടെ. ചലിച്ചു കൊണ്ടിരിക്കെ നമസ്കരിക്കാൻ സാധിക്കില്ലെന്നും നമസ്കാരം നിന്നുകൊണ്ട് മാത്രമേ നിർവഹിക്കാൻ സാധിക്കൂ എന്നും ആർക്കും മനസ്സിലാക്കാൻ കഴിയും. ഈ സൂക്തത്തിൻ്റെ വാക്കുകൾ ഹൈസുമാ കുന്ത ഫവല്ലി വജിഹക ഷത്രൽ മസ്ജിദുൽ ഹറാം എന്നായിരുന്നെങ്കിൽ ഈ അർത്ഥം ശരിയാകുമായിരുന്നു. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മിൻ ഹൈസു ഖറജ്ത ഫവല്ലി വജിഹക ഷത്രൽ മസ്ജിദുൽ ഹറാം എന്നാണ്. അതായത്, അല്ലയോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ, നിങ്ങളെവിടെ നിന്ന് പുറപ്പെടുമ്പോഴും നിങ്ങളുടെ മുഖം മസ്ജിദുൽ ഹറാമിൻ്റെ നേർക്ക് തിരിക്കുക. പുറപ്പെട്ടുകൊണ്ടിരിക്കെ നമസ്കാരം നിർവഹിക്കപ്പെടാറില്ല എന്നത് വ്യക്തമാണ്. മറിച്ച് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് അത് അനുഷ്ഠിക്കപ്പെടുന്നത്. അതിനാൽ ഇവിടെ നമസ്കരിക്കുക എന്ന അർത്ഥം ഒരു സാഹചര്യത്തിലും ശരിയല്ല എന്ന് മനസ്സിലാക്കാം. മുഫസ്സിരീങ്ങൾ പറയുന്നു, നമസ്കാരവും പുറപ്പെടുന്നതുമായി ബന്ധമുണ്ടെന്ന് അംഗീകരിക്കാതിരുന്നാൽ അത് വൈരുദ്ധ്യമായി തീരും. എന്നാൽ ഇതും തെറ്റാണ്. ഖുർആനിലെ ശരിയായ ആശയങ്ങളും വിഷയങ്ങളുടെ പരസ്പര ബന്ധവും അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവർക്ക് ഖുർആനിൽ വൈരുദ്ധ്യം കാണാൻ കഴിയുന്നത്. അവർക്കെവിടെയെല്ലാം ഒരാക്ഷേപം കാണുന്നുവോ അവിടെയെല്ലാം ഉടൻ തന്നെ നാസിഖ്, മൻസുഖ് എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുകയും ഒരു സൂക്തത്തെ റദ്ദാക്കുന്നതായും മറ്റൊന്നിനെ റദ്ദാക്കപ്പെട്ടതായും പ്രഖ്യാപിച്ച് ആക്ഷേപത്തിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്യുന്നു. എന്നാൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തിന് വെളിപ്പെടുത്തിയ ഖുർആനിക യാഥാർത്ഥ്യങ്ങൾ കണക്കിലെടുക്കുകയാണെങ്കിൽ
ഖുർആനിൽ ഒരു വൈരുദ്ധ്യവും കാണാൻ കഴിയില്ല. ഒരു സൂക്തത്തെയും റദ്ദാക്കപ്പെട്ടതായി പ്രഖ്യാപിക്കേണ്ടിയും വരില്ല. യാഥാർത്ഥ്യമെന്തെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മക്കയിൽ നിന്ന് ബഹിഷ്കൃതനായപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് ഒരാക്ഷേപം ഉന്നയിക്കാൻ അവസരം ലഭിച്ചു. അവിടുന്ന് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാൽ വാഗ്ദാനം ചെയ്യപ്പെട്ടവനും കാബയുമായി ബന്ധമുള്ളവനുമായിരുന്നെങ്കിൽ തിരുമേനി എന്തിന് മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു? അങ്ങയെ മക്കയിൽ നിന്ന് പുറത്താക്കിയ സ്ഥിതിക്ക് അങ്ങേ എങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയുടെ സാക്ഷാത്കാരമായി തീരും? ഈ ആക്ഷേപത്തിന് മറുപടിയായിട്ടാണ് അള്ളാഹു പറയുന്നത്, മിൻ ഹൈസു ഖറജ്ത ഫവല്ലി വജ്ഹക ഷത്രൽ മസ്ജിദിൽ ഹറാം. അതായത്, അല്ലയോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് മക്കയിൽ നിന്നുള്ള ഈ പുറത്താകൽ താൽക്കാലികമാണ്. നാം നിനക്ക് വാഗ്ദാനം ചെയ്യുന്നു, നാം നിനക്കും വീണ്ടും അവസരം നൽകുകയും നിങ്ങൾ മക്കയുടെ അധിപനായി തീരുകയും ചെയ്യുന്നതാണ്. എന്നാൽ അള്ളാഹു തൻ്റെ വിശ്വസ്തരായ ദാസരോട് വാഗ്ദാനങ്ങൾ ചെയ്യുമ്പോൾ അവർ ആ വാഗ്ദാനം നിറവേറ്റാൻ ശ്രമിക്കുമെന്ന് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അല്ലാതെ അള്ളാഹു അവരോട് വാഗ്ദാനം ചെയ്യുമ്പോൾ അവർ കയ്യും കെട്ടിയിരിക്കുകയും ആ വാഗ്ദാനം നിറവേറ്റാൻ ശ്രമിക്കാതിരിക്കുകയും അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്ഥിതിക്ക് അവൻ തന്നെ അത് നിറവേറ്റിക്കൊള്ളും, നമ്മളെന്തിനാണ് അത് നിറവേറ്റാൻ ശ്രമിക്കുന്നത് എന്ന് ചിന്തിക്കുകയും ചെയ്യരുത്. അത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരുന്നു, അവർക്ക് കാനാൻ രാജ്യം ലഭിക്കുമെന്ന്. അത് മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ സമൂഹത്തെയും കൂട്ടി പുറപ്പെട്ടു. ആ രാജ്യം മുന്നിൽ വന്നപ്പോൾ അദ്ദേഹം തൻ്റെ സമൂഹത്തോട് പറഞ്ഞു, പോകുക, യുദ്ധം ചെയ്ത് ഈ രാജ്യം കൈവശപ്പെടുത്തുക. അത് മൂസാ നബിയുടെ സമൂഹം അബദ്ധവശാൽ ചിന്തിച്ചു, അള്ളാഹു ഈ രാജ്യം ഞങ്ങൾക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത സ്ഥിതിക്ക് അവൻ തന്നെ ആ വാഗ്ദാനം നിറവേറ്റുകയും ഈ രാജ്യം ഞങ്ങളുടെ കൈവശം നൽകുകയും ചെയ്യും. നമ്മൾ ഈ രാജ്യം കീഴടക്കുകയാണെങ്കിൽ പിന്നെ വാഗ്ദാനം കൊണ്ട് എന്ത് പ്രയോജനം? വാഗ്ദാനം ചെയ്തത് അള്ളാഹുവാണ്, അതിനാൽ അവൻ തന്നെ അത് നിറവേറ്റട്ടെ. ഞങ്ങൾക്കതിനായി ഒരു പരിശ്രമത്തിൻ്റെയും ആവശ്യമില്ല. അങ്ങനെ അവർ ഹസ്രത്ത് മൂസാ നബിയോട് പറഞ്ഞു, ഇദ്ഹബ് അൻത റബ്ബുക ഫഖാതില ഇന്ന ഹൗന ഖായിദൂൻ. മൂസ, ഈ രാജ്യം അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്ന് നിങ്ങൾ ഞങ്ങളോട് പറയാറുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ എല്ലാ ഉത്തരവാദിത്വവും നിൻ്റെയോ നിൻ്റെ ദൈവത്തിൻ്റെയോ മേലാണ്. നമ്മൾ രാജ്യം കീഴടക്കുകയാണെങ്കിൽ പിന്നെ നിൻ്റെയും നിൻ്റെ ദൈവത്തിൻ്റെയും വാഗ്ദാനങ്ങൾ കൊണ്ട് എന്തു പ്രയോജനം? ഈ രാജ്യം ഞങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുമെന്നത് ദൈവിക വാഗ്ദാനമാണെന്ന് നീ ഞങ്ങളോട് പറയാറുണ്ടായിരുന്നല്ലോ. അതിനാൽ ഇപ്പോൾ നീയും നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങളിവിടെ ഇരിക്കും, ഞങ്ങളൊന്നും ചെയ്യില്ല. നീ രാജ്യം കീഴടക്കി ഞങ്ങൾക്ക് നൽകുമ്പോൾ ഞങ്ങൾ അതിൽ പ്രവേശിച്ചു കൊള്ളാം. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അവരുടെ ഈ വാദം ശരിയായി തോന്നാം. ഒരാൾ മറ്റൊരാളോട് ഞാൻ നിങ്ങൾക്ക് ഇന്ന സാധനം തരാമെന്ന് പറയുകയും എന്നിട്ട് അയാൾ വന്നത് ആവശ്യപ്പെടുകയും അയാൾ പോയി കടയിൽ നിന്ന് വാങ്ങിക്കൊള്ളുമെന്ന് പറയുകയും ചെയ്താൽ, കടയിൽ നിന്ന് തന്നെ വാങ്ങേണ്ടിയിരുന്നെങ്കിൽ പിന്നെ അവനോട് വാഗ്ദാനം ചെയ്യേണ്ടിയിരുന്നില്ലല്ലോ എന്നായിരിക്കും എല്ലാവരും പറയുക. അതിനാൽ പ്രത്യക്ഷത്തിൽ ഇത് ന്യായമുള്ള കാര്യമായി തോന്നാമെങ്കിലും ദൈവിക വ്യവസ്ഥയിൽ ഇത് ഒന്നാന്തരം വിവേകശൂന്യമായ കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹു ബനി ഇസ്രായേലിനെ പ്രശംസിക്കുകയല്ല ചെയ്തത്, നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല, ഈ രാജ്യം നിങ്ങൾക്ക് നേടിത്തരിക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നവൻ പറഞ്ഞില്ല. മറിച്ച് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ എന്നെ അവഹേളിച്ചു, അതിനാൽ നിങ്ങളെ ഈ രാജ്യത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. 40 വർഷം നിങ്ങൾ കാടുകളിൽ പോയി അലഞ്ഞു തിരിയുക. നിങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ അവകാശികളാകാൻ സാധിക്കില്ല. നിങ്ങളുടെ പുതിയ തലമുറയായിരിക്കും ഈ രാജ്യത്തിൻ്റെ അവകാശികൾ, കാരണം നിങ്ങൾ എന്നെ അവഹേളിച്ചു. ഇത് മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ ശരിയും യുക്തിസവുമാണെന്ന് നിങ്ങൾക്ക് കാണാമെങ്കിലും ദൈവിക വ്യവസ്ഥയുടെ കാര്യത്തിൽ ഇത് വളരെ യുക്തിരഹിതവും മനുഷ്യനെ ശിക്ഷയ്ക്ക് അർഹനാക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിന് കാരണം മനുഷ്യൻ വാഗ്ദാനം ചെയ്യുമ്പോൾ അഭൗമികവും ഭൗമികവുമായ മാറ്റങ്ങളിൽ അവന് നിയന്ത്രണമില്ല എന്നതാണ്. അതായത് ആകാശത്തും ഭൂമിയിലുമുണ്ടാകുന്ന മാറ്റങ്ങളിൽ അവന് അധികാരമില്ല. അതുകൊണ്ട് അവൻ വാഗ്ദാനം ചെയ്യുമ്പോൾ തൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വാഗ്ദാനമെന്നാൽ ആ കാര്യം നിങ്ങൾക്ക് അസാധ്യമാണെങ്കിൽ പോലും നമ്മുടെ സഹായത്തോടെ അത് നിങ്ങൾക്ക് ലഭിക്കും എന്നാണ്. 100 കണക്കിന് വർഷം ഫിറഔന്റെ അടിമകളായിരുന്ന അവന് വേണ്ടി ഇഷ്ടികകൾ ഉണ്ടാക്കുകയും
മരം വെട്ടുകയും ഏറ്റവും നിന്ദ്യമായ ജോലികൾ ചെയ്യുകയും ചെയ്തിരുന്ന ഒരു ജനതയ്ക്ക് ആദ്യ ജനത ഭരിച്ചിരുന്ന അത്രയും വലിയൊരു രാജ്യത്ത് എങ്ങനെയാണ് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുമായിരുന്നത്? ഈ രാജ്യം ലഭിക്കുക അവർക്ക് എളുപ്പമായിരുന്നില്ല. എന്നാൽ അള്ളാഹു പറഞ്ഞു, രാജ്യം നേടുന്നത് നിങ്ങൾക്ക് അസാധ്യമായി തോന്നുന്നുവെങ്കിലും നാം ഈ രാജ്യം നിങ്ങൾക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ നമ്മുടെ സഹായത്തോടെ ഈ രാജ്യം സ്വന്തമാക്കും. ആകയാൽ ദൈവിക വാഗ്ദാനങ്ങളുടെ അർത്ഥം അവൻ വാഗ്ദാനം ചെയ്തതുകൊണ്ട് ഒരു ദാസനും പരിശ്രമിക്കേണ്ടതില്ല എന്നല്ല, മറിച്ച് നിങ്ങൾ ആ കാര്യം നേടാൻ പരിശ്രമിക്കുമ്പോൾ അള്ളാഹു നിങ്ങളെ സഹായിക്കുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്യുമെന്നാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ ഒരു തരത്തിലുള്ളതും മനുഷ്യൻ്റെ വാഗ്ദാനങ്ങൾ മറ്റൊരു തരത്തിലുമുള്ളതാണ്. പരിശ്രമങ്ങളുമായി ബന്ധപ്പെട്ട ദൈവിക വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ മനുഷ്യന് അതിൽ ഭാഗവക്കാകേണ്ടതായി വരും. അവ നിറവേറ്റാൻ ശ്രമിക്കേണ്ടതായും വരും. മനുഷ്യൻ അതിൽ ഭാഗവക്കാവുകയോ അത് നിറവേറ്റാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ അവൻ ശിക്ഷയ്ക്ക് അർഹനായിത്തീരുന്നതാണ്. എന്നാൽ മനുഷ്യൻ്റെ വാഗ്ദാനങ്ങൾ അങ്ങനെയല്ല. ഞാൻ നിങ്ങൾക്കായി അള്ളാഹുവിൻ്റെ വിധി മാറ്റിയെടുക്കുമെന്ന് മനുഷ്യന് പറയാൻ കഴിയില്ല, കാരണം അത് അവൻ്റെ നിയന്ത്രണത്തിലല്ല. അങ്ങനെ പറഞ്ഞാൽ വിധി മാറ്റാൻ നീ ആരാണ് എന്നായിരിക്കും നാം അവനോട് ചോദിക്കുക. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കും. എൻ്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ വിധി മാറ്റിക്കളയുമെന്ന് അള്ളാഹുവിന് പറയാൻ കഴിയും, കാരണം വിധി അവൻ്റെ കൈകളിലാണ്. അവൻ ഉദ്ദേശിക്കുമ്പോൾ അത് മാറ്റാൻ അവന് കഴിയും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മക്ക വിജയത്തെക്കുറിച്ച് വാഗ്ദാനം നൽകപ്പെട്ടതോടൊപ്പം മുസ്ലിങ്ങളോട് ഇങ്ങനെയും പറഞ്ഞു: അല്ലയോ മുസ്ലിങ്ങളെ, മൂസാ നബിയുടെ സമൂഹത്തെപ്പോലെ അള്ളാഹു മക്ക നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതുകൊണ്ട് അവൻ തന്നെ അത് നിറവേറ്റിക്കൊള്ളും. നമുക്കതിനായി പരിശ്രമിക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ കരുതരുത്, മറിച്ച് നിങ്ങൾക്കും അത് നിറവേറ്റാൻ പരിശ്രമിക്കേണ്ടി വരും. ദൈവിക വാഗ്ദാനത്തിൻ്റെ അർത്ഥം ഇതാണ്: നിങ്ങൾ ദുർബലരാണ്. നിങ്ങൾ ദുർബലരായിരുന്നില്ലെങ്കിൽ മക്ക ഉപേക്ഷിച്ച് നിങ്ങൾ എന്തിനു വരുമായിരുന്നു? മക്ക ഉപേക്ഷിക്കുക എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ദുർബലരായിരുന്നു എന്നും നിങ്ങളുടെ ശത്രു ശക്തനായിരുന്നു എന്നുമാണ്. എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് ശക്തി നൽകുകയും നിങ്ങൾ ശത്രുവിൽ നിന്ന് മക്കയെ തിരിച്ചുപിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് മിൻ ഹൈസു ഖറജ്ത ഫവല്ലി വജ്ഹക ഷത്റൽ മസ്ജിദുൽ ഹറാം എന്നതിൻ്റെ അർത്ഥം ഇതാണ്: നിങ്ങളെവിടെ നിന്ന് പുറപ്പെട്ടാലും നിങ്ങളുടെ ലക്ഷ്യം മക്കയെ കീഴടക്കുക എന്നതായിരിക്കണം. ഖുറൂജ് എന്നതിന് സൈനിക നീക്കം എന്നും അർത്ഥമുണ്ട്. ആ സാഹചര്യത്തിൽ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമായിരിക്കും: നിങ്ങൾ എവിടെ സൈനിക നീക്കം നടത്തിയാലും ഏത് സ്ഥലത്ത് യുദ്ധത്തിനു പോയാലും നിങ്ങൾ കിഴക്കോട്ടോ തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ പുറപ്പെട്ടാലും നിങ്ങളുടെ ഈ പുറപ്പെടൽ മക്കയുടെ വിജയത്തിന് അടിത്തറവാകുന്ന ലക്ഷ്യത്തോടെയായിരിക്കണം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് തെക്കു ഭാഗത്തുള്ള ഒരു ശത്രുവിനെ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ ആ ശത്രു രാജ്യത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അവൻ്റെ കൂട്ടുകാരുണ്ടെന്നും അവർ പിന്നിൽ നിന്ന് ആക്രമിച്ചേക്കുമെന്നും നിങ്ങൾ സംശയിക്കുന്ന പക്ഷം നിങ്ങൾ ആദ്യം പടിഞ്ഞാറ് ഭാഗത്ത് ആക്രമണം നടത്തി അവരെ നിഷ്പ്രഭരാക്കുകയാണെങ്കിൽ ഈ പടിഞ്ഞാറൻ ആക്രമണം യഥാർത്ഥത്തിൽ തെക്കൻ ആക്രമണത്തിൻ്റെ മുന്നോടിയായിരിക്കും. അതുപോലെ ആ ജനതയുടെ കൂട്ടാളികൾ വടക്കുഭാഗത്ത് താമസിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം അവരെ ആക്രമിച്ചാൽ നിങ്ങളുടെ ഈ ആക്രമണം യഥാർത്ഥത്തിൽ തെക്കിനെതിരെയുള്ളതായിരിക്കും, കാരണം നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം തെക്കുഭാഗത്തെ ശത്രുക്കൾ ആക്രമിക്കുക എന്നതാണ്. ഈ തത്വത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അള്ളാഹു പറയുന്നു: അല്ലയോ മുസ്ലിങ്ങളെ, നിങ്ങൾ ഏത് ജനതയിലേക്കും രാജ്യത്തേക്കും പ്രദേശത്തേക്കും മുന്നേറ്റം നടത്തുകയാണെങ്കിലും നിങ്ങളുടെ ലക്ഷ്യം മക്കയുടെ നേർക്കായിരിക്കണം, കാരണം അള്ളാഹു അത് നിങ്ങളുടെ കൈകളാൽ ജയിച്ചടക്കാൻ ആഗ്രഹിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ സ്വഭാവം അതിൽ പ്രകടമായി കാണാൻ സാധിക്കും. അവിടുത്തെ എല്ലാ യുദ്ധങ്ങളുടെയും പ്രധാന ലക്ഷ്യം മക്കയുടെ വിജയമായിരുന്നു. ഏതൊരു യുദ്ധത്തിൽ ഈ ലക്ഷ്യം നഷ്ടപ്പെടുന്നതായി അദ്ദേഹം കണ്ടുവോ, അല്ലെങ്കിൽ ഏതൊരു ജനതയുമായുള്ള യുദ്ധം മക്കയുടെ വിജയത്തിന് കാലതാമസം വരുത്തുമെന്ന് അവിടുന്ന് മനസ്സിലാക്കിയോ, അത്തരം സന്ദർഭങ്ങളിൽ പ്രകോപനങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം മൗനം പാലിക്കുകയും കണ്ണടക്കുകയും ചെയ്തു. അങ്ങനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിടാൻ പല ജനവിഭാഗങ്ങളും ഒരുങ്ങുകയും പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തെങ്കിലും
അവിടുന്ന് എല്ലായ്പ്പോഴും അവഗണിക്കുകയാണ് ചെയ്തത്. എന്നാൽ മക്കയുടെ വിജയം സാധ്യമാക്കുന്ന ഒരു ജനവിഭാഗം ഉയർന്നു വന്നപ്പോൾ അവിടുന്ന് തീർച്ചയായും അവരുമായി യുദ്ധം ചെയ്തു. എല്ലാ ഇസ്ലാമിക യുദ്ധങ്ങളെയും പരിശോധിക്കുന്ന പക്ഷം അവയ്ക്ക് ഒരു യുക്തിഭദ്രമായ തലമുണ്ടായിരുന്നെന്ന് മനസ്സിലാകുന്നതാണ്. പ്രത്യേകിച്ച് മക്ക വിജയത്തിനു മുമ്പുണ്ടായ എല്ലാ യുദ്ധങ്ങളുടെയും ലക്ഷ്യം മക്ക വിജയത്തിന് വഴിയൊരുക്കുക എന്നതായിരുന്നു. ഈ സൂക്തത്തിന് നിങ്ങളെവിടെ നിന്ന് പുറപ്പെട്ടാലും കിബിലയുടെ നേർക്ക് തിരിയുക എന്നാണ് അർത്ഥമെങ്കിൽ, മുമ്പ് പറഞ്ഞതുപോലെ മിൻ ഹൈസു ഖറജ്ത എന്ന വാക്കുകൾ ഈ സൂക്തത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. മറിച്ച് ആ വാക്കുകൾക്ക് പകരം നിങ്ങളെവിടെയായിരുന്നാലും കിബിലയുടെ നേർക്ക് തിരിയുക എന്നായിരിക്കും ഉണ്ടായിരുന്നത്. കിബിലയുടെ നേർക്ക് തിരിയാൻ എവിടെയായിരുന്നാലും എന്ന വാക്കുകളാണ് ആവശ്യം. അല്ലാതെ നിങ്ങൾ എവിടെ നിന്ന് പുറപ്പെട്ടാലും കിബിലയുടെ നേർക്ക് തിരിയുക എന്നല്ല. കാരണം ആളുകൾ പുറപ്പെടുന്ന സമയത്ത് നമസ്കരിക്കാറില്ല, പുറപ്പെടുമ്പോൾ ആളുകൾ നടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സൂക്തത്തിന് നമസ്കാരവുമായി യാതൊരു ബന്ധവുമില്ല. മറിച്ച് ഈ സൂക്തത്തിന് ഒരർത്ഥം മാത്രമേ ഉള്ളൂ. നിങ്ങളെവിടെ നിന്ന് പുറപ്പെട്ടാലും അത് കിഴക്കുഭാഗത്തു നിന്നുള്ള സ്ഥലമാകട്ടെ, പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്ന സ്ഥലമാകട്ടെ, വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന സ്ഥലമാകട്ടെ, തെക്ക് ദിശയിലുള്ള സ്ഥലമാകട്ടെ, നിങ്ങളുടെ മുഖം മക്കയുടെ നേർക്കായിരിക്കണം. അതായത് നിങ്ങളുടെ ശ്രദ്ധയും ചിന്തയും മനസ്സും മക്കയെ കീഴടക്കുക എന്നതിലായിരിക്കണം. അവിടെ ഇസ്ലാം സ്ഥാപിക്കുകയും അറേബ്യ മുഴുവൻ നിങ്ങളുടെ സ്വാധീനത്തിലാക്കുകയും ചെയ്യുക എന്നതായിരിക്കണം. വുജൂഹ് എന്ന വാക്കിന് ശ്രദ്ധ എന്നും അർത്ഥമുണ്ട്. അതുകൊണ്ട് ഇതിനർത്ഥം നിങ്ങളുടെ ഒരേയൊരു ലക്ഷ്യം കാബയെ കീഴടക്കി ഇസ്ലാമിൻ്റെ കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ്. കാരണം മക്കയിൽ ഇസ്ലാം വ്യാപിക്കുകയും മക്ക മുസ്ലിങ്ങൾക്ക് കീഴടങ്ങുകയും ചെയ്യുന്നതുവരെ ബാക്കിയുള്ള അറബ് മുഴുവൻ മുസ്ലിം ആവുകയില്ല. ഇതായിരുന്നു മുസ്ലിങ്ങൾക്ക് നിശ്ചയിച്ച പരിപാടി. ഇത് അവരുടെ ശക്തിക്ക് അതീതമായിരുന്നു എന്നതിൽ സംശയമില്ല. അറേബ്യയിലെ ഭരണകൂടം ഒരു സംഘടിത ഭരണകൂടമായിരുന്നില്ല എന്നത് ശരിയാണ്. എന്നാൽ അവിടെ ആഭ്യന്തര കലഹവും ഉണ്ടായിരുന്നില്ല. പല രാജാക്കന്മാരും അതിനോട് ബന്ധം പുലർത്തിക്കൊണ്ട് ഉടമ്പടി ചെയ്യുകയായിരുന്നു പതിവ്. അതുപോലെ മക്ക പൂർണ്ണമായി സംഘടിതമായിരുന്നില്ലെങ്കിലും 15-20 ലക്ഷം വരെ ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അത്. ചുറ്റുമുള്ള എല്ലാ ഗോത്രങ്ങളുടെയും കണ്ണുകൾ അതിലായിരുന്നു. അതിൻ്റെ തീരുമാനങ്ങളെയും ഉത്തരവുകളെയും അവർ അനുസരിക്കേണ്ട കടമയായി കണ്ടിരുന്നു. അന്നത്തെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ നഗരമായിരുന്നു. 15,000-ഓ 16,000-ഓ ആയിരുന്നു അതിലെ ജനസംഖ്യ. അതിലെ എല്ലാ നിവാസികളെയും കൂടാതെ രാജ്യത്തുടനീളമുള്ള 15-20 ലക്ഷം ആളുകളും യോദ്ധാക്കളായിരുന്നു. യുദ്ധകലയിൽ അവർക്ക് വലിയ വൈദഗ്ധ്യമുണ്ടായിരുന്നു. അവർ ധീരരും പോരാളികളുമായിരുന്നു. അവരെ നേരിടുക മുസ്ലിങ്ങൾക്ക് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഈ സൂക്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിച്ചപ്പോൾ മുസ്ലിങ്ങൾക്ക് 400-500 സൈനികർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടിപ്പോയാൽ 1000. സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ അവരുടെ ആകെ എണ്ണം 11,000-ഓ 12,000-ഓ കാണും. ഇതിൽ കൂടുതൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല. അവരുടെ സൈനിക ശക്തിയാകട്ടെ പരാമർശയോഗ്യം തന്നെയായിരുന്നില്ല. എന്നാൽ മുസ്ലിങ്ങൾ വളരെ ദുർബലരായിരുന്ന ഈ അവസ്ഥയിൽ അവരുടെ എണ്ണം അവിശ്വാസികളുമായി ഒരു താരതമ്യം പോലും ഇല്ലാത്തപ്പോൾ, അവരുടെ പക്കൽ യുദ്ധസാമഗ്രികൾ ഒന്നുമില്ലായിരുന്നപ്പോൾ, അവരുടെ സൈനിക ശക്തിക്ക് അവിശ്വാസികളുമായി താരതമ്യം ചെയ്യുമ്പോൾ യാതൊരു പ്രാധാന്യവുമില്ലായിരുന്നപ്പോൾ അള്ളാഹു അവിശ്വാസികളെ വെല്ലുവിളിക്കുകയാണ്. ഈ മുസ്ലിങ്ങൾ നിങ്ങൾക്ക് കുറവായി തോന്നാമെങ്കിലും, ദുർബലരും ശക്തിയില്ലാത്തവരുമായി തോന്നാമെങ്കിലും, ഒരു ദിവസം ഈ മുസ്ലിങ്ങൾ നിങ്ങളുടെ രാജ്യം കീഴടക്കുന്നതാണ്, നിങ്ങളുടെ തലസ്ഥാനം കൈവശപ്പെടുത്തുന്നതാണ്. അവിടെ അവർക്ക് എത്രമാത്രം ആധിപത്യം ലഭിക്കുമെന്നാൽ അവർ ഇസ്ലാമിക നിയമങ്ങൾ അവിടെ നടപ്പിലാക്കും. അറേബ്യൻ മണ്ണിൽ നിന്ന് കുഫ്റിനെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. മുസ്ലിങ്ങളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഭ്രാന്തമായ വാദമായിരുന്നു. മാത്രമല്ല ഈ വാദം ഒരു പ്രത്യേക പ്രദേശത്ത് ഒതുങ്ങി നിന്നതുമായിരുന്നില്ല. മറിച്ച് ഈ വാദത്തിൻ്റെ സ്വാധീനം പ്രവിശാലമായിരുന്നു. കാരണം ഇതിൽ മക്കയെ കീഴടക്കുന്നതിനെക്കുറിച്ചുള്ള പ്രവചനം മാത്രമല്ല ഉണ്ടായിരുന്നത്, അറേബ്യയുടെ മേൽ ആധിപത്യം നേടുന്നതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം മാത്രമല്ല ഉണ്ടായിരുന്നത്, മറിച്ച് ക്രിസ്തുമതത്തെയും അത് വെല്ലുവിളിച്ചു, യഹൂദമതത്തെയും വെല്ലുവിളിച്ചു, മജൂസ്യത്തിനെയും അത് വെല്ലുവിളിച്ചു. ഈ മതങ്ങളെല്ലാം
ഈ മതങ്ങളെയെല്ലാം പരാജയപ്പെടുത്തി ഇസ്ലാം ലോകം മുഴുവൻ ആധിപത്യം നേടുമെന്ന് ശക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ വാദം ഒരു ഭ്രാന്തമായ വാദമായിരുന്നു. അതുകൊണ്ടാണ് വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നൗദുബില്ലാ ഭ്രാന്തൻ എന്ന് വിളിച്ചിരുന്നത്. സ്വഹാബികളെയും അവർ ഭ്രാന്തന്മാരായി കണ്ടു. കാരണം ഈ ഭൗതിക ലോകത്ത് പൂർത്തിയാക്കാൻ ഒരു സാധ്യതയും കാണാത്ത ഒരു വാദമാണ് അവർ ഉന്നയിച്ചിരുന്നത്. എന്നാൽ യാഥാർത്ഥ്യമെന്തെന്നാൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ഏതുവരെ ഒരു പ്രത്യേക അവസ്ഥ ഉണ്ടാകുന്നില്ലയോ? വൈദ്യശാസ്ത്രത്തിൽ അതിനെ മോണോമാനിയ എന്ന് വിളിക്കുന്നു. അതായത് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക, മറ്റെല്ലാ ലക്ഷ്യങ്ങളും മറക്കുന്നില്ലയോ? എല്ലാ സമയത്തും ഒരു അസ്വസ്ഥതയും ആകാംക്ഷയും നിലനിൽക്കുന്നില്ലയോ? അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഭ്രാന്തമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ലയോ? ആ കാര്യങ്ങളിൽ ഒരിക്കലും വിജയം നേടാൻ കഴിയുകയില്ല. ഈ സൂക്തത്തിൽ ഖുർആൻ ഇക്കാര്യത്തിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത്. നിങ്ങൾ മറ്റെല്ലാ ലക്ഷ്യങ്ങളും മറക്കുക, ഇസ്ലാമിന് വേണ്ടി മക്കളെ കീഴടക്കുക എന്ന ലക്ഷ്യം മാത്രം നിങ്ങളുടെ മുന്നിൽ വെക്കുക. ഈ കേന്ദ്രവും ഈ കോട്ടയും നിങ്ങൾക്ക് ലഭിക്കാതെ അറേബ്യ മുഴുവനും പിന്നീട് ലോകം മുഴുവനും നിങ്ങൾക്ക് ആധിപത്യം നേടാൻ കഴിയില്ല. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു. നിങ്ങൾ ഏത് സ്ഥലത്തു നിന്ന് പുറപ്പെട്ടാലും മസ്ജിദുൽ ഹറാമിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക എന്ന് അള്ളാഹു എന്തിനു പറഞ്ഞു? നിങ്ങൾ ഏത് ദിശയിലേക്ക് ആക്രമിച്ചാലും മസ്ജിദുൽ ഹറാമിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇതിനുള്ള ഉത്തരം ഇതാണ്. പുറപ്പെടുന്ന സമയത്താണ് ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യമെന്താണെന്ന് തീരുമാനിക്കുന്നത്. ഒരാൾ ആദ്യം യുദ്ധം ആരംഭിക്കുകയും പിന്നീട് അതിൻ്റെ ലക്ഷ്യം ചിന്തിക്കുകയും ചെയ്യുകയില്ല. അതുകൊണ്ട് മക്കയുടെ വിജയമെന്ന ലക്ഷ്യം മുന്നിൽ വെക്കുന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ഉദ്ദേശിച്ചിരുന്നതിനാൽ നിങ്ങൾ പുറപ്പെടുമ്പോൾ ഈ യുദ്ധം മക്കയുടെ വിജയത്തിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്ന് നോക്കുക എന്ന് പറഞ്ഞു. ആ യുദ്ധം മക്കയുടെ വിജയത്തിന് സഹായകമല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക. എന്നാൽ ഇതിൽ നിന്ന് ഇസ്ലാം അതിൻ്റെ അനുയായികൾക്ക് ആക്രമണാത്മക ശുദ്ധത്തിന് അനുവാദം നൽകുന്നു എന്ന് മനസ്സിലാക്കരുത്. കാരണം ഈ സൂക്തങ്ങൾ വെളിപ്പെടുന്നതിന് മുമ്പ് തന്നെ കാഫിര്യങ്ങളുമായി യുദ്ധങ്ങൾ ആരംഭിച്ചിരുന്നു എന്ന് ചരിത്രം തെളിക്കുന്നു. മിൻ ഹൈസു ഖറജ്ത എന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത് എന്നതും ഓർക്കണം. ഇതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം ഈ രീതിയിൽ മക്കയെ കീഴടക്കേണ്ട ആവശ്യം നിലനിൽക്കില്ലായിരുന്നു എന്നതാണ്. അങ്ങേക്ക് ശേഷം മക്കയുടെ നേർക്ക് ആക്രമണം ഉണ്ടാകില്ലായിരുന്നു, മറിച്ച് അത് പൂർണ്ണമായും മുസ്ലിങ്ങളുടെ കൈവശം തന്നെയായിരിക്കും ഉണ്ടാവുക. മക്കയെ വീണ്ടും ഭൗതികമായി കീഴടക്കേണ്ടി വരില്ലെന്നത് ഭാവിയിലേക്കുള്ള ഒരു പ്രവചനമായിരുന്നു. കാരണം മക്കയുടെ മഹത്വം നിലനിർത്താൻ കഴിവുള്ള ഒരു സജീവ സംഘം സൃഷ്ടിക്കപ്പെടുന്നതായിരിക്കും. അതെപ്പോഴും മുസ്ലിങ്ങളുടെ കൈവശം തന്നെയായിരിക്കും. അതുകൊണ്ട് യുദ്ധത്തിനുള്ള ആ കാരണവും ഇവിടെ ഇല്ലാതാകുന്നു. ഈ വ്യാഖ്യാനത്തിൻ്റെയും ആമുഖത്തിൻ്റെയും ആവശ്യകത ഇവിടെ ഉണ്ടായത് ഭാവിയിൽ വരാനിരിക്കുന്ന മക്ക വിജയത്തിൻ്റെ സംഭവങ്ങൾ ഈ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ എളുപ്പമാകുമെന്നതുകൊണ്ടാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത തവണ വിശദീകരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു ഷഹീദിനെ അനുസ്മരിക്കുന്നതാണ്. നമസ്കാര ശേഷം അദ്ദേഹത്തിൻ്റെ മയ്യിത്ത് നമസ്കാരവും നിർവഹിക്കുന്നതായിരിക്കും. ബഹുമാനി ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് മഹ്മൂദ് സാഹിബ് സർഗോദ സ്വദേശിയായിരുന്നു. ഷെയ്ഖ് മുബഷിർ അഹമ്മദ് സാഹിബ് ദഹ്ലവിയുടെ പുത്രനാണ്. അഹമ്മദിയത്തിൻ്റെ ശത്രു മെയ് 16 വെടിവെച്ച് അദ്ദേഹത്തെ ഷഹീദാക്കുകയായിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സംഭവ ദിവസത്തെ വിവരങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഡോക്ടർ സാഹിബ് ജുമ നമസ്കാരം പൂർത്തിയാക്കിയ ശേഷം കുടുംബത്തോടൊപ്പം താൻ പ്രാക്ടീസ് ചെയ്തിരുന്ന സർഗോദയിലെ ഫാത്തിമ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു. ഹോസ്പിറ്റലിൽ പ്രവേശിച്ച് പ്രധാന സ്വീകരണ സ്ഥലത്തുകൂടി കടന്ന് എമർജൻസിക്ക് മുന്നിലുള്ള ഇടനാഴിയിലെത്തി തൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അജ്ഞാതൻ ഡോക്ടർ സാഹിബിൻ്റെ പിന്നാലെ വന്ന് ഒരു ഷോപ്പിംഗ് ബാഗിൽ നിന്ന് പിസ്റ്റളെടുത്ത് പിന്നിൽ നിന്ന് വെടിയുതിർത്തു. അദ്ദേഹത്തിന് 2 വെടിയേറ്റു. അത് ശരീരത്തിലൂടെ തുളച്ചു കയറി. ഉടൻ തന്നെ സിവിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെങ്കിലും മുറിവുകൾ താങ്ങാനാവാതെ ഡോക്ടർ സാഹിബ് ഷഹീദായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സംഭവത്തിന് ശേഷം അക്രമി ആയുധം വീശി ഹോസ്പിറ്റലിന് പുറത്ത് കാത്തുനിന്ന കൂട്ടാളിയോടൊപ്പം മോട്ടോർ സൈക്കിളിൽ രക്ഷപ്പെട്ടു. ഷഹാദത്ത് വരിക്കുമ്പോൾ അദ്ദേഹത്തിന് 69 വയസ്സായിരുന്നു.
ഷഹീദ് മർഹൂമിൻ്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് പ്രചരിച്ചത് അദ്ദേഹത്തിൻ്റെ മുതുമുത്തച്ഛനായ ബഹുമാന്യ ബാബു ഇജാസ് ഹുസൈൻ സാഹിബിൻ്റെ സഹോദരൻ ഹസ്രത്ത് സർഫറാസ് ഹുസൈൻ സാഹിബ് ദഹ്ലവി റളിയല്ലാഹു വഴിയായിരുന്നു. അദ്ദേഹത്തിന് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൈകളിൽ ബൈഅത്ത് ചെയ്ത് അഹമ്മദത്തിൽ ചേരാനുള്ള സൗഭാഗ്യം ലഭിച്ചു. പിന്നീട് ഷഹീദ് മർഹൂമിൻ്റെ മുതുമുത്തച്ഛനായ ബഹുമാന്യ ബാബു ഇജാസ് ഹുസൈൻ സാഹിബ് ദഹ്ലവി തൻ്റെ സഹോദരൻ വഴി ബൈഅത്ത് ചെയ്തു. ഷഹീദ് മർഹൂമിൻ്റെ മുതുമുത്തച്ഛൻ ബാബു ഇജാസ് ഹുസൈൻ സാഹിബിനും മുത്തച്ഛൻ ബാബു നസീർ അഹമ്മദ് സാഹിബിനും ഒരാൾക്ക് ശേഷം മറ്റൊരാൾ എന്ന നിലയിൽ ഡൽഹിയിലെ അഹമ്മദ് ജമാഅത്തിൻ്റെ അമീറായി സേവനം ചെയ്യാനുള്ള അവസരം ലഭിച്ചു. ഷഹീദ് മർഹൂം ലാഹോറിലെ FC കോളേജിൽ നിന്ന് FSc പൂർത്തിയാക്കി. പിന്നീട് റാവൽപിണ്ടി മെഡിക്കൽ കോളേജിൽ ചേർന്ന് 1990 MBBS ബിരുദം നേടി. MBBSന് ശേഷം പഞ്ചാബ് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ പാസ്സായി 4 വർഷം സർവീസ് ഹോസ്പിറ്റലിലും ജിന്ന ഹോസ്പിറ്റൽ ലാഹോറിലും ജോലി ചെയ്തു. 1998 റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻസ് UK അംഗത്വവും 2021 ഫെല്ലോഷിപ്പും ലഭിച്ചു. ഷഹീദ് മർഹൂം 2001 സർഗോദയിലേക്ക് താമസം മാറ്റി. മനുഷ്യസേവനം ലക്ഷ്യം വെച്ചാണ് അദ്ദേഹം സർഗോദയിലേക്ക് മാറിയത്. സർഗോദ ജില്ലയിലെ ആദ്യത്തെ കരൾ ദഹനരോഗ വിദഗ്ധനായിരുന്നു അദ്ദേഹം. സർഗോദയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചേർന്നു. അതിൻ്റെ ഉടമയ്ക്ക് ഡോക്ടർ സാഹിബുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ടായിരുന്നു. 2018 ദേശീയ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടിയിരുന്ന രാഷ്ട്രീയക്കാരനായിരുന്നു ആ വ്യക്തി. മൗലവിമാർ അയാളോട് തങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഡോക്ടർ സാഹിബിനോട് പറഞ്ഞു, താങ്കൾ ഹോസ്പിറ്റൽ വിട്ടു പോവുക, ഞാൻ നിർബന്ധിതനാണ്, ഇനി നിങ്ങൾക്ക് എൻ്റെ കൂടെ ജോലി ചെയ്യാൻ കഴിയില്ല. ഏതായാലും ഡോക്ടർ സാഹിബ് അവിടെ നിന്ന് മാറി. പിന്നീട് അദ്ദേഹം മറ്റൊരു ആശുപത്രിയിൽ ചേർന്നു. 2001 സർഗോദയിലേക്ക് മാറിയത് മുതൽ റബുവയിലെ ഫസൽ ഉമർ ഹോസ്പിറ്റലിൽ വിസിറ്റിംഗ് ഡോക്ടറായി കൃത്യമായി സേവനം ചെയ്തിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കൈകളിൽ രോഗശാന്തി വച്ചിരുന്നു. നിരവധി രോഗികൾക്ക് അദ്ദേഹത്തിൽ നിന്ന് പ്രയോജനം ലഭിച്ചിരുന്നു. ഭൗതികമായ അറിവിനു പുറമെ മതപരമായ അറിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം, തസ്കിറ, റൂഹാനി ഖസായിൻ ഉൾപ്പെടെയുള്ള മറ്റ് ജമാഅത്ത് പുസ്തകങ്ങളും തർക്കവിഷയങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങളും അദ്ദേഹം ധാരാളമായി പഠിച്ചിരുന്നു. ഷഹീദ് മർഹൂമിന് സർഗോദ ജില്ലയുടെ നായിബ് അമീറായി സേവനം ചെയ്യാനും അവസരം ലഭിച്ചു. മെഡിക്കൽ അസോസിയേഷൻ സ്ഥാപിച്ച ശേഷം അതിൻ്റെ അംഗമായിരുന്നു. 2024 വൈസ് പ്രസിഡന്റ് അസിസ്റ്റൻ്റായി നിയമിതനായി. കൂടാതെ സർഗോദ ചാപ്റ്ററിൻ്റെ പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹത്തിന് ക്യാൻസർ രോഗമുണ്ടായിരുന്നിട്ടും സ്വന്തം രോഗത്തേക്കാൾ മറ്റുള്ളവരുടെ രോഗത്തിന് അദ്ദേഹം പ്രാധാന്യം നൽകി. എപ്പോഴും സേവനത്തിനായി തയ്യാറായിരുന്നു. രോഗികളോടുള്ള സഹാനുഭൂതിയും സ്നേഹവും ദരിദ്രർക്ക് സൗജന്യ ചികിത്സയും അദ്ദേഹത്തിൻ്റെ പ്രധാന ഗുണങ്ങളായിരുന്നു. ആവശ്യക്കാരായ രോഗികൾക്ക് സൗജന്യ ചികിത്സ കൂടാതെ മടങ്ങിപ്പോകാനുള്ള യാത്രാക്കൂലിയും നൽകിയിരുന്നു. ചില പരിശോധനകൾ സൗജന്യമായി നടത്തി അതിൻ്റെ പണം നൽകിയിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർഗോദ ജില്ലയിലെ ആദ്യത്തെ കരൾ ദഹന രോഗവിദഗ്ധനായിരുന്നു അദ്ദേഹം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പെൺകുട്ടികളുടെ വിവാഹങ്ങളിൽ രഹസ്യമായി വലിയ സഹായങ്ങൾ ചെയ്തിരുന്നു. എഴുതിയിരിക്കുന്നു, ഒരാവശ്യക്കാരന് ദീർഘകാലമായി കൃത്യമായി സാമ്പത്തിക സഹായം നൽകി വരികയായിരുന്നു. ആദ്യം ആ വ്യക്തി മാസത്തിൽ 1-2 തവണ വരുമായിരുന്നു. പിന്നീട് എല്ലാ 2ാമത്തെ ദിവസവും 3ാമത്തെ ദിവസവും വരാൻ തുടങ്ങി. എന്നിട്ടും ഡോക്ടർ സാഹിബ് അദ്ദേഹത്തെ സഹായിച്ചു കൊണ്ടേയിരുന്നു. ഒരു ദിവസം അയാൾ എന്തോ വാശി കൂടുതൽ കാണിച്ചിട്ടുണ്ടാവാം. ഡോക്ടർ സാഹിബ് സാധാരണയായി ദേഷ്യപ്പെടാറില്ലായിരുന്നു. വളരെ മൃദുലഹൃദയനായിരുന്നു. ഒരു കടുത്ത വാക്ക് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ മൃദുലതയും നന്മയും കാരണം ആ രാത്രി മുഴുവൻ അസ്വസ്ഥനും വിഷാദത്തിലുമായിരുന്നു. താനെന്തിനാണ് ആ കടുത്ത വാക്ക് പറഞ്ഞതെന്ന് ആലോചിച്ചുകൊണ്ട് അടുത്ത ദിവസം അദ്ദേഹത്തെ വിളിച്ച് മാപ്പ് ചോദിക്കുകയും പിന്നീട് സാമ്പത്തിക സഹായമായി നല്ലൊരു തുക നൽകുകയും ചെയ്തു. ഒരു കടുത്ത വാക്ക് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ മൃദുലതയും നന്മയും കാരണം ആ രാത്രി മുഴുവൻ അസ്വസ്ഥനും വിഷാദത്തിലുമായിരുന്നു. താൻ എന്തിനാണ് ആ കടുത്ത വാക്ക് പറഞ്ഞതെന്ന് ആലോചിച്ചു. അടുത്ത ദിവസം അദ്ദേഹത്തെ വിളിച്ച് മാപ്പ് ചോദിക്കുകയും പിന്നീട് സാമ്പത്തിക സഹായമായി നല്ലൊരു തുക നൽകുകയും ചെയ്തു.
ജമാഅത്തിലെ മുതിർന്ന വ്യക്തികളോട് വിശ്വാസപരമായ ബന്ധമുണ്ടായിരുന്നു. ആവശ്യമുള്ളപ്പോൾ റബുവയിൽ പോയി രോഗികളെ പ്രത്യേകമായി പരിശോധിച്ച് ചികിത്സ നിർദ്ദേശിച്ചിരുന്നു. ഷഹീദ് മർഹൂമിൻ്റെ മാതാവ് ബഹുമാന അമത്തുൽ ഹൈ സാഹിബ പറയുന്നു, മർഹൂം മാതാപിതാക്കളെ വളരെ ബഹുമാനിച്ചിരുന്നു. ആവശ്യപ്പെടാതെ തന്നെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിയിരുന്നു. ഞങ്ങൾ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷേ അവനത് നിറവേറ്റിയിരുന്നു. കുട്ടിക്കാലം മുതൽക്കേ എണ്ണമറ്റ സവിശേഷതകളുണ്ടായിരുന്നു. സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന, ഖിലാഫത്തിനോട് അതിയായ സ്നേഹമുള്ള, ദരിദ്രരെയും രോഗികളെയും വളരെയധികം പരിപാലിക്കുന്ന വ്യക്തിയായിരുന്നു. സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യമായ കണക്കുകൾ സൂക്ഷിച്ചിരുന്നു. കുടുംബത്തിലെല്ലാവരെയും ഒരുമിച്ച് നിർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ നൂർ സാഹിബ് പറയുന്നു, കുട്ടികളെ എപ്പോഴും ജമാഅത്ത് വ്യവസ്ഥിതമായി ബന്ധിപ്പിക്കാൻ ഉപദേശിക്കുമായിരുന്നു. ഖിലാഫത്തിനോട് അഗാധമായ വിശ്വാസമായിരുന്നു. പതിവായ ഖുതുബകൾ കേൾക്കുകയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡയറിയിൽ കുറിക്കുകയും ചെയ്തിരുന്നു. വളരെ കുറച്ചാളുകൾ മാത്രമേ ഇങ്ങനെ ചെയ്യാറുള്ളൂ. വാക്ഫിനെ സിന്ദഗി പോലും ഇങ്ങനെ ചെയ്യാറില്ല. ഖുതുബകളുടെ പോയിന്റുകൾ ഭാവിയിൽ ഉപയോഗപ്പെടാൻ വേണ്ടി കുറിച്ചു വച്ചിരുന്നു. ചന്തകൾ അടയ്ക്കുന്നതിലും മാതൃകയായിരുന്നു. ഷഹാദത്ത് വരിക്കുമ്പോൾ 2025 വസിയത്ത് ചന്തയടക്കമുള്ള എല്ലാ കണക്കുകളും തീർത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ ബസീർ, അദ്ദേഹത്തിന് 2 ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളടക്കം 4 മക്കളുണ്ട്. ഒരു മകൻ ഡോക്ടറാണ്. പറയുന്നു, എപ്പോഴും ഖിലാഫത്തുമായി ബന്ധം നിലനിർത്താൻ ഞങ്ങളെ ഉപദേശിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ സായ്മ പറയുന്നു, വളരെ സ്നേഹസമ്പന്നനായ പിതാവ്. എൻ്റെ വിവാഹ സമയത്ത് ഒരു ഉപദേശം നൽകിയിരുന്നു. മോളെ, നിൻ്റെ ഭർത്തൃ വീട്ടിൽ പോയാൽ എപ്പോഴും ജമാഅത്ത് വ്യവസ്ഥയുമായി ചേർന്ന് നിൽക്കുക. എപ്പോഴെങ്കിലും ജമാഅത്തിന് സേവനം ചെയ്യാനുള്ള അവസരം ലഭിച്ചാൽ ഒരിക്കലും നിരസിക്കരുത്. പൊതുവെ പിതാവ് പൊതുപ്രവർത്തനങ്ങളിൽ പോലും ജമാഅത്ത് സേവനത്തിൻ്റെ ഒരു വശം കണ്ടെത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മരുമകൾ പറയുന്നു, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെയധികം ഊന്നൽ നൽകിയിരുന്നു. ഏതൊരു കാര്യത്തിലും മാർഗനിർദ്ദേശം ചോദിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥനയോടെ സംസാരിച്ചു തുടങ്ങുകയും പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരി പറയുന്നു, ജമാഅത്തിനെതിരായി നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെയധികം ദുഃഖിതനായിരുന്നു. രാത്രി എഴുന്നേറ്റ് നഫൽ നമസ്കരിക്കുന്നതും തഹജ്ജുദ് നമസ്കരിക്കുന്നതും പതിവായിരുന്നു. സർഗോദ ജില്ലാ അമീർ ഖാലിദ് മഹ്മൂദ് സാഹിബ് പറയുന്നു, ദരിദ്രരുടെ രക്ഷകനും മഹാനായ മനുഷ്യനുമായിരുന്നു അദ്ദേഹം. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതിലുപരി വിനയവും എളിമയും അദ്ദേഹത്തിൻ്റെ പ്രധാന ഗുണങ്ങളായിരുന്നു. മിക്കവാറും ദരിദ്രരായ രോഗികൾക്ക് ഫീസ് തിരികെ കൊടുക്കുമായിരുന്നു. ജമാഅത്തിനായുള്ള ത്യാഗവും അദ്ദേഹത്തിൻ്റെ പ്രധാന ഗുണമായിരുന്നു. വാഗ്ദാനം ചെയ്ത ചന്തകൾ കൃത്യമായി അടക്കുന്നതിനു പുറമെ അധിക ചന്തകൾ നൽകുന്നതിലും അദ്ദേഹം പ്രത്യേക സഹായങ്ങൾ ചെയ്തിരുന്നു. ജമാഅത്ത് ഭാരവാഹികൾ അദ്ദേഹം വളരെയധികം ബഹുമാനിച്ചിരുന്നു. സർഗോദയിലെ മൊറബി സിൽസിലയായ സുബൈർ സാഹിബ് പറയുന്നു, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യത്വത്തിൻ്റെ സേവകൻ, സ്നേഹത്തിൻ്റെയും ദയയുടെയും പ്രതീകം, ലക്ഷക്കണക്കിന് ആളുകളുടെ രക്ഷകൻ, ഖിലാഫത്തിൻ്റെ ആരാധകൻ, സാക്ഷാൽ മാലാഖയായ ഒരു മനുഷ്യൻ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. ഷഹീദ് മർഹൂം ഒരു ദർവേശായിരുന്നു. ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും മാതൃകാപരമായിരുന്നു. ഏതൊരു ഭാരവാഹിയോ വഖഫ് സിന്ദഗിയോ അദ്ദേഹത്തിന് അടുത്ത് ചെന്നാൽ കസരിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയും മടങ്ങിപ്പോകുമ്പോൾ വാതിൽക്കളെ വരെ അനുഗമിക്കുകയും ചെയ്യുമായിരുന്നു. സാഹചര്യം മോശമാണെന്നും ഒരു സുരക്ഷാ ജീവനക്കാരനെയോ സഹായിയോ കൂടെ കൂട്ടണമെന്നും മുൻകരുതലെടുക്കണമെന്നും അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഡോക്ടർ സാഹിബ് എപ്പോഴും മറുപടി നൽകിയത്, ഞാനൊരു കാവൽക്കാരനെയോ സഹായിയെയോ സുരക്ഷയ്ക്കായി കൂടെ കൂട്ടിയേക്കാം, പക്ഷേ എന്നെ കൊല്ലാൻ ആരെങ്കിലും വന്നാൽ എൻ്റെ കാരണം കൊണ്ട് മറ്റൊരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നായിരുന്നു. എതിരാളികൾ അദ്ദേഹത്തിനെതിരെ ജില്ലയിലുടനീളം ലഘുലേഖകൾ വിതരണം ചെയ്തിരുന്നു. ഇദ്ദേഹം വധിക്കപ്പെടേണ്ടവനാണ്, ശിക്ഷ ഇതാണ് അതാണ് എന്നെല്ലാം. എന്നിട്ടും അദ്ദേഹം ഒരിക്കലും അത് കാര്യമാക്കിയില്ല. എതിരാളികൾ അഹമ്മദികളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. അതിൽ അഹമ്മദി ഡോക്ടർമാരുടെ കൂട്ടത്തിൽ ഡോക്ടർ സാഹിബിൻ്റെ പേര് ഒന്നാമതായിരുന്നു. മൗലവിമാർ ഉന്നം വെച്ചിരുന്ന വ്യക്തികളിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. ഒരു മൗലവി അക്രം തൂഫാനി അദ്ദേഹത്തെ വധിക്കണമെന്ന ഫത്വ പുറപ്പെടുവിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ സർക്കാർ ഒരു നടപടിയും എടുത്തില്ല. ഒരു ക്രിസ്ത്യൻ ആശുപത്രിയായ ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേറ്ററും പാതിരിയുമായ വ്യക്തി പറയുന്നു, മനുഷ്യത്വത്തിൻ്റെ സേവകൻ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. ഞങ്ങളുടെ ഹൃദയം ദുഃഖത്താൽ
തകർന്നിരിക്കുന്നു. ഈ ക്രിസ്ത്യൻ ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേറ്ററും അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് ജീവനക്കാരും മറ്റ് സഹപ്രവർത്തകരും രക്തസാക്ഷിയായ ഡോക്ടറുടെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ റബുയിൽ വന്നിരുന്നു. സാമൂഹിക മാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും ഡോക്ടർ സാഹിബിൻ്റെ ഷഹാദത്ത് റിപ്പോർട്ട് ചെയ്തു. ഒരു അസിസ്റ്റൻ്റ് കമ്മീഷണർ തൻ്റെ പോസ്റ്റിൽ എഴുതി, പക്ഷേ ഇവർക്ക് എഴുതാൻ മാത്രമേ കഴിയൂ, ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം മൗലവിക്ക് മുന്നിൽ നിൽക്കാനോ അവർക്കെതിരെ തീരുമാനമെടുക്കാനോ ഉള്ള ധൈര്യം അവർക്കില്ല. എങ്കിലും ഒരു സ്ത്രീ ആയിരുന്നിട്ടും തൻ്റെ പോസ്റ്റിൽ എഴുതാൻ അവർ ധൈര്യം കാണിച്ചു. അവർ എഴുതി, ഷേഖ് മഹ്മൂദ് ദരിദ്രരുടെ മിശിഹ ആയിരുന്നു, മികച്ച മെഡിക്കൽ സ്പെഷ്യലിസ്റ്റായിരുന്നു. ചിലപ്പോൾ ദരിദ്രർക്ക് വില കൂടിയ ടെസ്റ്റുകൾ പോലും സൗജന്യമായി നൽകിയിരുന്നു. ജില്ലയിൽ ഡോക്ടർ സാഹിബിൻ്റെ ചികിത്സ ലഭിക്കാത്ത ഒരു കുടുംബവും ഉണ്ടാകില്ല. ഇവർ ജമാഅത്തിൽപ്പെട്ടവരല്ല, പക്ഷേ അദ്ദേഹത്തെ പ്രശംസിക്കുന്നു. അവർ പറയുന്നു, മിക്കവാറും സൗജന്യ ചികിത്സ നൽകിയിരുന്നു. ഇത് വളരെ വലിയ കാര്യമാണ്. എനിക്ക് ഇതിനെക്കുറിച്ചറിയാം, കാരണം ഞാനും ഒരു ഡോക്ടറാണ്. ഡോക്ടർ സാഹിബിന് മറ്റൊരു രാജ്യത്ത് പോയി ധാരാളം പണം സമ്പാദിച്ച് ആഡംബര ജീവിതം നയിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം സർഗോദയിൽ മനുഷ്യ സേവനത്തിനാണ് മുൻഗണന നൽകിയത്. അവർ പറയുന്നു, ഇന്നാദ്യമായി ഒരു വ്യക്തിയുടെ വിയോഗത്തിൽ ഞാൻ കണ്ണീർ വാർക്കുകയാണ്. എനിക്ക് വ്യക്തിപരമായ ഒരു ബന്ധവുമില്ലാത്ത ഒരാളായിരുന്നു അദ്ദേഹം. മനുഷ്യത്വം എന്ന ബന്ധം മാത്രം. ആ വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ ദാസന്മാരോട് വലിയ കടപ്പാടുണ്ടായിരുന്നു. നിങ്ങൾ ചോദിക്കും, അദ്ദേഹത്തിൻ്റെ കുറ്റമെന്തായിരുന്നു എന്ന്. അദ്ദേഹത്തിൻ്റെ കുറ്റം അഹമ്മദിയായിരുന്നു എന്നതാണ്. മറ്റൊരു ഡോക്ടർ എഴുതി, ഡോക്ടർ സാഹിബ് സർഗോദയിൽ ആദ്യത്തെ PRCP മെഡിക്കൽ സ്പെഷ്യലിസ്റ്റായിരുന്നു. അത്രയും കഴിവുള്ളതും സീനിയറുമായിരുന്നിട്ടും എന്നും സർഗോദയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് അദ്ദേഹം ചികിത്സിച്ചിരുന്നത്. വിശ്വാസം വ്യത്യസ്തമായതിനാൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തി. ഈ രാജ്യത്ത് നിയമമുണ്ടോ? ഒരു സ്വകാര്യ ചാനലിലെ അവതാരകനും പത്രപ്രവർത്തകനും എഴുതുകയുണ്ടായി, ഈ അതിക്രൂരവും അപലപനീയവുമായ പ്രവൃത്തിയിൽ അപലപിക്കാൻ എനിക്ക് വാക്കുകളില്ല. ഒരു പത്രപ്രവർത്തകൻ എഴുതി, ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കുന്നു. പാകിസ്ഥാനെ രക്ഷിക്കാൻ തീവ്രവാദ ഗ്രൂപ്പുകളെയും സംഘടനകളെയും തടയണം. അടിസ്ഥാനപരമായ മനുഷ്യാവകാശങ്ങളും അഹമ്മദികൾക്കെതിരായ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും തടയാൻ തീവ്രവാദ സംഘടനകളെ നിരോധിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഈ മതമൗലികവാദികളെക്കുറിച്ചുള്ള ഭയം അത്രയധികമാണ്. സർക്കാർ പോലും നിസ്സഹായരാണ്. നിയമപാലകരും കോടതികളും പോലും നിസ്സഹായരാണ്. അള്ളാഹു ഉടൻ തന്നെ അവർക്ക് ശിക്ഷ നൽകാനുള്ള ഏർപ്പാട് ചെയ്യുമാറാകട്ടെ. രാജ്യത്തെ രക്ഷിക്കാൻ അവരിൽ നിന്ന് മോചനം ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ മതത്തിൻ്റെ പേരിൽ ഭീകരവാദം നടത്തുന്ന മതമൗലികവാദികൾ യഥാർത്ഥത്തിൽ രാജ്യത്തെ നശിപ്പിക്കാൻ തുനിഞ്ഞിരിക്കുകയാണ്. അവർക്കെതിരെയുള്ള എല്ലാവരെയും ആക്രമിക്കുന്നു. എന്തായാലും നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിനോടാണ്. അവനുള്ള കടമകൾ പൂർണ്ണമായി നിറവേറ്റാൻ നാം ശ്രമിക്കണം. അള്ളാഹു ഷഹീദ് മർഹൂമിൻ്റെ പദവികൾ ഉയർത്തുകയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ക്ഷമയും ധൈര്യവും നൽകുകയും ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രായമായ മാതാവിൻ്റെ ദുഃഖവും ലഘൂകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കുട്ടികളെയും അള്ളാഹു തൻ്റെ സംരക്ഷണത്തിൽ വെക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله
عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.